ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛനെ ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആർക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും വേണം. കാരണം ഞാൻ ചില വീഡിയോകളിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയത്തുള്ളൂ. അല്ല എങ്കിൽ ചില കോമഡി ആയിട്ട് ചെയ്യുമ്പോൾ വീഡിയോകളിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുള്ളൂ. പക്ഷേ ഈ വീഡിയോ എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണോ എന്ന് പറയുന്നത്, ചെലവന്മാര് ചേർന്ന് ഒരു മനുഷ്യനെ അങ്ങ് ഇല്ലാണ്ടാക്കുകയാണ്. സ്വന്തം പൈസ എടുത്ത് പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ചായൻസ് ഗോൾഡിലെ ടോണി അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ഒരു യൂട്യൂബർ എടുത്ത് അങ്ങോട്ട് അലക്കിയാണ്. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവൻ കിട്ടുന്ന ലക്ഷങ്ങളാണ്. അവന്റെ വീഡിയോയിലൊക്കെ അവൻ കാണിച്ചിട്ടുണ്ട്, അവൻ 6 ലക്ഷം രൂപ വരെ കിട്ടുന്നുണ്ടെന്ന്. എന്നിട്ട് പോലും അതിൽ നിന്ന് ഒരു പൈസ പാവങ്ങൾക്ക് സഹായിക്കാനായിട്ട് എടുക്കാത്തവൻ ഈ പറയുന്ന മനുഷ്യനെ അങ്ങ് വിമർശിക്കുകയാണ്, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ്, അദ്ദേഹത്തെ കളിയാക്കുകയാണ്, അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കുകയാണ്. ഇങ്ങനെ അത് എടുത്തിട്ട് കുറെ എണ്ണം കൂടെ അതിന്റെ പുറകെ അങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു, മറ്റുള്ള യൂട്യൂബർമാർക്കും കൂടെ പേരുദോഷം ഉണ്ടാക്കാനായിട്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നത് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ്. ഇവന്മാരൊക്കെ എന്നെ മണ്ണാങ്കട്ട കാണിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യമില്ലാതെ അദ്ദേഹത്തെ അങ്ങ് കുറ്റപ്പെടുത്തി അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കുകയാണ്. അദ്ദേഹം എന്തോ അങ്ങ് ചതിച്ചു, ലൈഫ് മിഷനിൽ വന്ന വീടിനെ സ്വന്തമായിട്ട് പണിത വീടെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കി കളയുന്നു. എടാ, നീയൊക്കെ ഒരു വീട് പണിയുമ്പോൾ ഒരു സിമെന്റ് മേടിക്കാൻ പോലും പൈസ കൊടുക്കുന്നവന്മാരല്ല. എന്നിട്ടാണ് നീയൊക്കെ പോയി അദ്ദേഹത്തെ കിടന്ന് കുറ്റപ്പെടുത്താനും അദ്ദേഹത്തെ കിടന്ന് കളിയാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തായാലും എന്തുകൊണ്ടാണ് ഈ യൂട്യൂബർമാരെടുത്ത് ഈ ഒരു കാര്യം ഇത്ര വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഇദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ഇദ്ദേഹത്തെ ട്രോളർമാർക്ക് ഇട്ടുകൊടുക്കുകയും ഇദ്ദേഹത്തിന്റെ ബിസിനസ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഇദ്ദേഹം എന്തോ കള്ളത്തരം ചെയ്യുന്നു എന്ന രീതിയിൽ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാല് വയ്യാത്ത ഒരു അച്ഛനും അതോടൊപ്പം തന്നെ ഒരു അമ്മയ്ക്കും കൂടെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരു വീട് അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം എത്ര രൂപയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം സാധാരണപ്പെട്ട മനുഷ്യർക്കെല്ലാം അറിയാം. ഒരു 4 ലക്ഷം രൂപയെ കിട്ടത്തുള്ളൂ. അതെന്ന് പറയുമ്പോൾ ഒന്നിച്ചല്ല കിട്ടുന്നത്, പലപ്പോഴായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ആ വീട് ഒരാൾ പോയി ഷൂട്ട് ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ടാണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് നിങ്ങളൊന്ന് കണ്ടുപോയി, അത് കഴിഞ്ഞതിന് ശേഷം പറയാം. നിങ്ങൾക്കറിയാവോ, 10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്ന ഒരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്, ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് വരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത്. എന്റെ പുറകെ കാണുന്ന വഴി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയില് താമസിക്കുന്ന, അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടന് ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോകാം. ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു? ഇവിടെ എന്റെ ഭർത്താവ് 50 വർഷം കൊണ്ട് താമസിക്കണം. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെയാണ് നടക്കുകയാണ്, ഇരുന്ന് ഇറങ്ങിയാണ് പോണത്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇവർക്കാണ് ആ വീട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് ആ വീട് കൊടുക്കുകയും ഇവർക്ക് ആ വീട് പണി പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം 4 ലക്ഷം രൂപയാണ് ഈ എന്താ പറയാ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ടോണി അച്ചായന് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നതും അവർക്ക് ഈ വീട് പണിയാനുള്ള സഹായങ്ങൾ ചെയ്യുന്നതും. 4 ലക്ഷം രൂപയ്ക്ക് അതിമനോഹരമായിട്ടൊരു വീട് പണിയാൻ പറ്റുമോ? നിങ്ങൾ സാധാരണ കോമൺ സെൻസ് ഉള്ള ആൾക്കാരൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ വീട് പണിതിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഇരുന്ന് കൊണയടിക്കുന്നവന്മാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവന്മാര് പോയി ഈ പറയുന്ന പാവം പിടിച്ച മനുഷ്യനെ ചുമ്മാ ഇട്ട് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്തായാലും ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് ടോണി ചായൻ പറയുന്ന കാര്യത്തിലേക്ക് പോകാം. വീടിന്റെ പണി ഏതുവരെ എത്തി? വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശ കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് വെച്ചാറായി. അത് ഒരു സന്തോഷം തന്നെ. രണ്ടുപേരേ ഉള്ളൂ മക്കളൊക്കെ? ഇല്ല, നമ്മൾ 2 പേരേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ഇവിടെ അങ്ങ് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ കഴിയുകയാണ്. ഇപ്പൊ ടാർപ്പാള ഒരാള് 5000 രൂപ തന്നുകൊണ്ട് അത് വാങ്ങിച്ച് കെട്ടി. നമുക്ക് വരുമാനമൊന്നും ഇല്ല, ആരും തരാനും ഇല്ല. എനിക്ക് കിട്ടി, അത് സന്തോഷമായിട്ട് അതിൽ ചെന്ന് കിടക്കാൻ പോയി. നമുക്കൊരു ആത്മവിശ്വാസം വന്ന് സന്തോഷമായിട്ട് ചെന്ന് കിടക്കാൻ.
ഈ മുരുകൻ ചേട്ടന്റെ വീടിനകത്തേക്ക് വണ്ടി വരും. ഈ ഓക്കെ, മണല് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ആ വീട്, ഇതാണ് ആ പറയുന്ന കാല് വയ്യാത്ത അച്ചായനും അതോടൊപ്പം തന്നെ ആ അമ്മച്ചിയും. ഇവർക്കാണ് ആ വീട് കിട്ടിയിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമാണ് വീട് കിട്ടിയിരിക്കുന്ന കാര്യമൊക്കെ ശരിയാണ്. എന്നാൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഒരു ഇതനുസരിച്ച് അവർക്ക് കെടുക്കളായിട്ടാണ് പൈസ കിട്ടുന്നത്. അതുപോലും മനസ്സിലാക്കാത്ത കുറെ എണ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവരുടെ കയ്യിൽ ഒരു പൈസ പോലും എടുക്കാനുണ്ടാകത്തില്ല. ആ സമയത്തായിരിക്കും അച്ചായൻ അവിടോട്ട് എത്തുന്നത്. ആ എത്തുന്ന അച്ചായൻ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു, അവർക്ക് വേണ്ട പൈസ കൊടുത്തു. ഈ 4 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇവര് സർക്കാർ കൊടുക്കുന്ന ഇത്രയും പൈസയ്ക്ക് പണി തീരത്തില്ല. ഈ കിടന്ന് കമന്റ് ഇടുന്നവന്മാരും ഇദ്ദേഹത്തെ ഈ ടോണിച്ചായനെ മോശക്കാരനാക്കുന്നവന്മാരും നിങ്ങളൊന്നും മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് പാവങ്ങൾക്ക് അദ്ദേഹം ഓരോ സഹായം ചെയ്യുന്നത്. 40 ഷോറൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 40 വീട് എന്ന പദ്ധതി കൂടെയാണ് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവരുന്നത്. നിന്റെ ഒന്നും ഒരു പൈസ മേടിച്ചിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്നത്. അത് വേറൊരുത്തനും അതിന്റെ അകത്ത് ഇതടിച്ചിട്ട് കാര്യമില്ല. പിന്നെ അദ്ദേഹം വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യുന്നെങ്കിൽ അത് അങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ചെയ്താൽ എന്താ കുഴപ്പം? അദ്ദേഹത്തിന്റെ ബിസിനസ് വളർത്താൻ അദ്ദേഹം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമല്ലേ പാവങ്ങൾക്ക് ചെന്നെത്തുന്നത്. ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുത്തൻ പോലും മറ്റുള്ളവരെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ കുറച്ചൊക്കെ പോയി ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യും. എന്നാൽ ഈ കൊണയടിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ എന്ത് സഹായം ചെയ്യും? പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്കറിയാം, ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി അദ്ദേഹത്തിന്റെ സ്വന്തം സ്വത്തിൽ നിന്നാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത ഒരാളാണ് ഈ രേണുസുതി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതനുസരിച്ച് ഈ ബിഷപ്പിനെ പറയാൻ പാടില്ലാത്ത രീതിയിലും അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിച്ച ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരുത്തന്റെയും സ്വത്ത് മേടിച്ചിട്ടല്ല, ഒരുത്തന്റെയും പൈസ മേടിച്ചിട്ടല്ല അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ സഹായിക്കുന്ന ഓരോ മനുഷ്യരുണ്ട് നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ഇടയിൽ. അവരെ ഇങ്ങനെ അങ്ങോട്ട് നിന്ദിക്കുകയും അവരെ ഇങ്ങോട്ട് അടിച്ചു താഴ്ത്തുകയും അവര് മൂലം മറ്റുള്ളവർക്ക് സഹായം കിട്ടുന്നതോട് ഇല്ലാണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേരളത്തിലുള്ള എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ, നിങ്ങൾ ഓരോരുത്തരും ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ പോയി ഈ ഗോൾഡ് മേടിക്കണം. നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലാഭം എത്തുന്നത് പാവങ്ങളുടെ കയ്യിലാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ചെല്ലട്ടെ, അദ്ദേഹം ചിലപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്താ പറയുക, ഇത് കൊടുക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് ഇടുന്നുണ്ടാകാം. ഇട്ടോട്ടെ, അദ്ദേഹത്തിന്റെ ബിസിനസ് അല്ലേ അത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ വാരി വിതറുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഇത്? അത് മനസ്സിലാക്കൂ, അത് ചിന്തിക്കൂ. അങ്ങനെ നിങ്ങൾ എന്താ പറയാ, നല്ലത് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കൂ. അല്ലാതെ നല്ല ചെയ്യുന്നവരെ അടിച്ച് താഴ്ത്തി കെട്ടുന്നവന്മാരെ പൊക്കിക്കൊണ്ട് നടക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് ഞാൻ ഇതിലൂടെ കൂട്ടിച്ചേർക്കുകയാണ്. എന്തായാലും അച്ചായൻ ഈ പറയുന്നവരുടെ വീട്ടിൽ ചെന്നിട്ട് ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇദ്ദേഹം കൂടെ പൈസ കൊടുത്ത് പണിത ഈ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം ഒരു വീഡിയോ എടുത്തു. സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. അദ്ദേഹത്തിന്റെ പറച്ചില് കേട്ടാൽ നിങ്ങൾ കേട്ടു നോക്കും, നിങ്ങൾക്കും വിഷമം തോന്നും. സത്യം പറയാനുണ്ടല്ലോ, സഹായിക്കുന്നവര് ഇതുപോലെ വിഷമിക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമമാണ്. ബിഷപ്പും ഇതുപോലെ തന്നെ വിഷമിച്ച ഒരാളാണ്. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിലും അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചു കൊടുത്തിട്ട് പോലും പിന്നെയും രേണു അദ്ദേഹത്തെ വീണ്ടും സൈബർ അറ്റാക്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി വേറൊരു നോട്ടീസ് കൂടെ അയച്ചിട്ട് കൊടുത്തിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു പ്രേക്ഷകരെ? ഇതൊക്കെ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കുക. ആ വീട്ടുകാർ പറയുന്നുണ്ട് കൃത്യമായിട്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. നിങ്ങൾ പറയാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തിന് കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവർ സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരല്ലേ? നിങ്ങൾ പറയില്ല, നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്ക് അവര് പറയുന്നത് കേട്ടോ, ആ അമ്മയും അച്ഛനും പറയുന്നത് കേട്ടോ. ഞങ്ങൾ പറയില്ല, ഒരിടത്ത് പോലും പറയില്ല. അവര് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അവരത് കട്ട് ചെയ്തിട്ട് ഗവൺമെന്റിനെ പൂഷിപ്പിക്കാൻ വേണ്ടി അവരുടെ കാര്യത്തിൽ അവർ പറഞ്ഞു. എന്നാൽ ഈ ടോണിച്ചായൻ അത് കൊടുത്ത കാര്യം അവർ ആ വീഡിയോയ്ക്ക് അത് ചേർത്തിട്ടില്ല. അത് അവർ കാണിച്ച നെറുകേടല്ലേ? ആ ഒരു വീഡിയോ കാരണം ഇന്ന് കഷ്ടം അനുഭവിക്കുന്നതും ഇന്ന് മോശക്കാരനായിക്കൊണ്ടിരിക്കുന്നതും ഈ മനുഷ്യനാണ്. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ മാക്സിമം ഇദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അടിച്ചു താക്കുകയല്ല ചെയ്യേണ്ടത്. ഇദ്ദേഹം മൂലം പല കുടുംബങ്ങൾക്ക് സഹായം കിട്ടും. ഒരു വീട് പോലും ഇല്ലാത്തവർക്ക് സഹായം കിട്ടും. എന്റെ വീഡിയോയ്ക്ക് താഴെ എത്ര പേര് വന്ന് കമന്റ് ഇടുന്നുണ്ടെന്ന് അറിയാമോ? ആ ബിഷപ്പിനോടൊന്ന് പറ, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു ഭവനമില്ല, അദ്ദേഹത്തിനോട് പറ ഇച്ചിരി ഒരു സ്ഥലം തരാൻ എന്ന രീതിയിലൊക്കെ പറയുന്നവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ വീടില്ലാത്തവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെയാണ് ലൈഫ് പദ്ധതി മൂലമൊക്കെ വീടുകൾ കിട്ടുന്നത്. പക്ഷെ അത് അവർക്ക് ഉദ്ദേശിച്ച പോലെ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. മുമ്പ് ആദ്യം അവരുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ വേണം. ഇതെല്ലാം മനസ്സിലാക്കാതെ കുറെ എണ്ണം വന്നിരുന്ന് കുത്തിയിരുന്ന് കാച്ചിന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ,
ലജ്ജ തോന്നുന്നുണ്ട് നിങ്ങളെയൊക്കെ യൂട്യൂബർമാരെന്ന് വിളിക്കാൻ. കഷ്ടം. 40 വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്കും തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈൽ ഇടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന? പിന്നെ നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ നിങ്ങൾ അച്ചായൻ തന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു. ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? എന്റെ ആ വീഡിയോ വരാത്ത അവര് കട്ട് ചെയ്ത് കളഞ്ഞു. അവര് കട്ട് ചെയ്ത് കളഞ്ഞു. അത് തന്നെയാണ് അച്ഛാ, നിങ്ങൾ അത് ചോദിക്കുന്നു. 4 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുവോ? തറ കെട്ടിക്കൊടുത്ത് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. തറ കെട്ടി ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു. 4 ലക്ഷം രൂപ, അതായത് 1 ലക്ഷം ഇവർക്കും 3 ലക്ഷം മേസ്തിരിക്കും കൊടുത്ത് 4. ഈ മനുഷ്യന്റെ നല്ലൊരു മനസ്സുകൊണ്ടല്ലേ അതൊക്കെ ചെയ്തു കൊടുത്തത്? അവർ ചോദിക്കുന്ന കേട്ടോ, 4 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനത്തെ മനോഹരമായ ഒരു വീട് തീരുമോ എന്ന്. ആ അച്ഛൻ ചോദിക്കുന്നു, എടാ ഇതൊന്നും കാണാതെയും ഇതൊന്നും കേൾക്കാതെയും ഒരു നേരം നീയൊക്കെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വേണ്ട ചെയ്യായിരുന്നേ. ഇദ്ദേഹത്തെ ഇങ്ങനെ ഇട്ട് നീ നശിപ്പിക്കണമായിരുന്നോ? നിന്റെയൊക്കെ വീഡിയോ നല്ല രീതിയിൽ റീച്ചിൽ പോകുമല്ലോടാ. അതുമൂലം എന്താ സംഭവിക്കുന്നത്? ഒരു പാവത്തിനെ അല്ലോടാ എടുത്തിട്ട് ക്രൂശിക്കുന്നത് അല്ലേ? നിന്റെ ഒന്നും കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കാതെ അല്ലോടാ അദ്ദേഹം പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടമായി പോയി. വളരെ കഷ്ടം എന്ന് വെച്ചാലുണ്ടല്ലോ, വളരെ കഷ്ടം തന്നെയാണ്. മേസ്തിരിക്കും കൊടുത്ത് 4 ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തു. അത് ടൈല് പോലും വേണ്ടാന്ന് ഉദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ടൈലും കൂടെ വേണോന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ വീട് പണിത് കൊടുത്തു. ആ വീട് പണിത് കൊടുത്തതിന്റെ പേര് ഞാൻ കേൾക്കുന്ന വിമർശനങ്ങൾ എന്താ വെച്ചാൽ എന്നെ ഇട്ട് വേട്ടയാടുവാണ് എന്നെ ഇട്ട്. പറ്റി ഒന്നും അറിഞ്ഞൂടാ. സെക്രട്ടറി വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോയി. സെക്രട്ടറി വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്ന് പറയുന്ന വാക്കുകളിൽ അച്ചായൻ പണിത് തന്നാണ് ഈ വീടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗം മാത്രം കട്ട് ചെയ്തു. അപ്പം 3 ലക്ഷവും 1 ലക്ഷവും തന്ന ഞാൻ മണ്ടൻ അല്ലേ? നമ്മൾ ഇത് പണിത ഒരു മേസ്തിരി ഇല്ലേ? മേസ്തിരി അങ്ങോട്ട് വിളിക്കണ്ടേ? നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ചേട്ടങ്ങി വന്നേ, ചേട്ടങ്ങി വാ. ചേട്ടാ, ഈ വീട് പണിത് ചേട്ടനാണ്. മൊത്തം പണിത് ചേട്ടൻ തന്നെയാണല്ലോ. തറ കെട്ടി കിടന്ന വീട്ടില് മൊത്തം ഇവർക്ക് ഞാൻ 1.5 കൈ കൊടുത്തു. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ചേട്ടന് ഞാൻ 3 തന്നു. നല്ല രീതിയിൽ തന്നെ ടൈലും ഇട്ട് നല്ല വീടും പണിയണമെന്ന് നോക്കുന്നു. ഇതിൽ കൂടെ എനിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സത്യം തെളിയിക്കണം. എന്നാൽ എന്റെ പൊന്നു ടോണിച്ചായ, ഞാൻ റിയലി സോറി പറയുകയാണ്. ഇവന്മാരെ കാട്ടിക്കൂട്ടിയ കാര്യത്തിന് ഞാൻ റിയലി സോറി പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾ ദൈവം കാണുന്നുണ്ട്. ചിലപ്പം ദൈവമായിരിക്കും നിങ്ങളെ ഈ പാവപിടിച്ച മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ബിഷപ്പിന്റെ കാര്യം പറയുമ്പോഴും എപ്പോഴും പറയും, ഇവരെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടെത്തിക്കുന്നത് ആ ദൈവമായിരിക്കും. കാരണം ഇവരുടെ സ്വന്തം വസ്തു എടുത്തിട്ട് അല്ലെങ്കിൽ സ്വന്തം സ്വത്ത് എടുത്തിട്ടാണ് അവർ കൊടുക്കുന്നത്. ഈ പറയുന്ന ആർക്ക് ഈ ടോണിച്ചായനെ വേണമെങ്കിൽ ഈ കാശെല്ലാം കൂടെ പൂഴ്ത്തി എന്താ ബാങ്കിലിട്ട് പിന്നെയും അങ്ങനെ വർദ്ധിപ്പിച്ച പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവന്മാർ ചെയ്യുന്ന പോലെ റിസോർട്ടോ അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ട് അങ്ങനെ സുഖിച്ചാ പോരെ. ഇദ്ദേഹം എന്തിന് ഇത് ചെയ്യുന്നു? അത് അദ്ദേഹത്തിന്റെ ഒരു നന്മ, മനസ്സിന്റെ ഒരു നന്മ. അദ്ദേഹത്തിന്റെ ചിലപ്പം ദൈവം അങ്ങനെ ആയിരിക്കും ആക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നന്മ ചെയ്യുന്നവരെ പുറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ വിഷമം തോന്നി. ഇദ്ദേഹം ഇനി അങ്ങോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടറുന്നുണ്ട്, അദ്ദേഹത്തിന് കരച്ചിൽ വരുന്നുണ്ട്. വളരെ മോശമാണ് കേട്ടോ, സത്യം. 1.5 കൈ കൊടുത്തു. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ചേട്ടന് ഞാൻ 3 തന്നു. നല്ല രീതിയിൽ തന്നെ ടൈലും ഇട്ട് നല്ല വീടും പണിയണമെന്ന് നോക്കുന്നു. ഇതിൽ കൂടെ എനിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സത്യം തെളിയിക്കണം. എന്നായാലും ദൈവം സത്യം തെളിയിക്കും. ഇപ്പം സത്യം തെളിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് സന്തോഷത്തോടെ പോകാമല്ലോ. ഓർക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള കുറെ യൂട്യൂബേഴ്സ് കാണും. സമൂഹത്തിൽ ചെയ്യാനുള്ളവർക്കും കൂടെ ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഞാനും സൂരജും കൂടെയാണ് ആകെ ഈ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്ത് വീട് പണിത് കൊടുത്ത് ഞാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക്, അതായത് മുന്നോട്ട് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാനുള്ളതും കൂടെ ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നശിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും എന്നോട് ആവശ്യപ്പെടും, അച്ഛാ ഞാൻ എന്താ തരേണ്ടത്? ഞാൻ ഒന്നും എനിക്ക് തരണ്ട. എൻ്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ മാറ്റി വെച്ച് ചെയ്തോളാം. അത് 100% ഗ്യാരണ്ടി ഞാൻ ചെയ്യും. പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്യണം. ഇതുപോലെ എന്നെ വിമർശിക്കുന്നവരുടെ വീഡിയോ ലിങ്ക് എടുത്ത് നിങ്ങൾ അവരെ റിപ്പോർട്ട് അടിക്കണം. ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ട് വിഷമിച്ചവനാണ് ഞാൻ. കാരണം ഞാൻ മണ്ടനായി. ഇത്രയും വീടുകൾ പണിത് ഇത്രയും പേർക്ക് നല്ല കാര്യങ്ങൾ, അന്നദാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന ഒഴിവാക്കി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ്, അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്തി കൊടുത്ത ഞാൻ വെറും മണ്ടനായി. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവർ സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ്
ഇതിന്റെ എഗ്രിമെന്റ്, അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല, അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛന് ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചതാണ്. ഇനിയും ചെയ്യും, ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ, ആർക്കും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ ബൈ. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ഈ വഴി വരെ എത്തിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കിട്ടുന്ന പൈസയുടെ ലാഭവിഹിതത്തിൽ നിന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനാണ്. അദ്ദേഹത്തെ അങ്ങനെ താഴ്ത്തിക്കെട്ടരുത്, അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉബൈദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മൈജിയുടെ കാശ് അല്ലെങ്കിൽ മൈജി സ്പോൺസർ ചെയ്യുന്നത് വഴിയാണ് ഉബൈദ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 അക്കൗണ്ടുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം 500ന്റെയും 200ന്റെയും ഒക്കെ നോട്ടുകൾ എണ്ണാനായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി. അത് ചെയ്യുന്നതും ഒരു നല്ല പ്രവൃത്തി തന്നെയാണ്. ഇവിടെ മൈജി പരസ്യത്തിന് വലിയ വലിയ സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവന്ന് പരസ്യം ചെയ്യിച്ചാൽ അവർക്ക് എന്താ പറ്റുന്നത്? ഒരാൾക്ക് മാത്രമേ പൈസ പോകത്തുള്ളൂ, അത് സെലിബ്രിറ്റി കാശ് മേടിച്ചുകൊണ്ട് പോകും. അതിലെത്രയോ നല്ലതാണ് ഈ പൈസ പാവങ്ങളിലേക്ക് എത്തുമ്പോൾ. എത്രയോ പാവങ്ങൾക്കാണ് ആ കാശ് മൂലം ഉപകാരമായിട്ടുള്ളത്, അല്ലെ? എന്റെ പൊന്നു പ്രേക്ഷകരെ, സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളോട് ആരോടും പറയുന്നില്ല നിങ്ങൾ പൈസ അയച്ചു തരൂ. നിങ്ങളുടെ പൈസ ഒരിക്കലും മേടിച്ചിട്ട് ചാരിറ്റി ചെയ്യുന്നവരെ അല്ല ഇവരുടെ പൈസ എടുത്തിട്ട് ഇവർ എന്താ പറയാ, ഇവർക്ക് ലാഭം കിട്ടുന്ന പൈസ എടുത്തിട്ട് ഇവർക്ക് വേണേൽ ബാങ്കിലിട്ട് അതിനെ ഇരട്ടിപ്പിക്കാം. ഇവരത് ചെയ്യുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്റെ പൊന്നു പ്രേക്ഷകരെ. എനിക്കറിയാം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ റീച്ച് ഒന്നും പോത്തില്ല, കാരണം എല്ലാവർക്കും വേറെ പല കാര്യങ്ങളല്ലേ, അതുകൊണ്ടൊന്നും പോത്തില്ല. എന്നാലും ഞാൻ ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. ശക്തമായിട്ടും ഞാൻ ഈ പറയുന്ന ടോണി ചായന്റെ കൂടെ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നു. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.